ജീവിതത്തിൽ പലരും നേരിടുന്ന ഒരു കാര്യമാണ് വിമർശനം. വീട്ടുകാരിൽ നിന്നാവാം, നാട്ടുകാരിൽ നിന്നാവാം, കൂട്ടുകാരിൽ നിന്നാവാം, പങ്കാളിയിൽ നിന്നാവാം, പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ നേരിടുന്നവരുണ്ട്. എന്നാൽ വിമർശനം പലരും അതിനെതിരെ പ്രതികരിക്കാൻ പോകുമ്പോഴാണ് അതെപ്പോഴും മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്നത്. നോക്കൂ, വിമർശനത്തിൽ തളരരുത്. വിമർശനം തളരാനായിട്ടുള്ള ഒന്നല്ല. വിമർശനം ഒരു ശക്തിയാണ്. നോക്കൂ, നിങ്ങൾക്ക് ഒരു കഴിവുമില്ലെങ്കിൽ, നിങ്ങളൊരു കഴിവ് കെട്ടവനാണെങ്കിൽ നിങ്ങളെ ആരും വിമർശിക്കാൻ വരികയില്ല. അത് ഉറപ്പാണ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കഴിവ് പുറത്ത് പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് എപ്പോഴും നിങ്ങളെ സമൂഹം വിമർശിക്കുന്നത്. ഇപ്പോൾ ഒരു ഗുരുവാണെങ്കിൽ സത്യം ലോകത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ ധാരാളം വിമർശനങ്ങൾ നേരിടാം. നിങ്ങൾ എന്തൊന്ന് ചെയ്യുന്നു, ആത്മീയ പാതയിലാണെങ്കിൽ പറയുകയും വേണ്ട, വിമർശനം ഉറപ്പായിട്ടും ഉണ്ടാവും. വിമർശനം ഒരു ശക്തിയാണ്. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി ഉണ്ടാവും. എന്നാൽ എപ്പോഴും അതിനെ നേരിടേണ്ടത് വളരെ നിശബ്ദമായിരിക്കണം. വളരെ പ്രതികരിക്കുന്നത് ഒരിക്കലും വാക്കാലാവരുത്. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കാട്ടിക്കൊടുക്കുക. ആത്മീയ പാതയിൽ പോകുമ്പം പല വിമർശനങ്ങളും ഉണ്ടാവും. എന്നാൽ അതിനെതിരെ പ്രതികരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ഇമോഷൻസ് എന്തുമാത്രം നിങ്ങൾ ധ്യാനത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ശക്തിയാണ് നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും മാറുന്ന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ജീവിതത്തിൽ ഏതൊരു മേഖലയിലാണെങ്കിലും. പിന്നെ എപ്പോഴും നമുക്കൊരു വ്യക്തത ഉണ്ടാവുക. നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തതയും നാം എത്തിച്ചേരുന്നതും നമ്മുടെ ലക്ഷ്യവും ഒക്കെ നമുക്ക് അത്രയും ഉള്ളിൽ അത്രയും ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, അത്രയും വ്യക്തതയുണ്ടെങ്കിൽ ഒരു വിമർശനത്തിനും നിങ്ങളെ താഴ്ത്താൻ സാധിക്കില്ല. നിങ്ങളുടെ ശരീരത്തെ ആരെങ്കിലും മോശമായി പറഞ്ഞാലോ, നിങ്ങളുടെ സുഹൃത്തിനെയോ, നിങ്ങളുടെ മാതാപിതാക്കളെയോ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോ എന്തിനെ ആൾക്കാർ വിമർശിച്ചാലും അതിലൊന്നും നിങ്ങൾ തളരില്ല. എന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, ആത്മീയതയിലുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു വ്യക്തിത്വം തലച്ചോറ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നൊരു മായയാണ്, ഒരു ഇല്യൂഷനാണ്. അതിനുപരിയുള്ള സ്വരൂപബോധത്തെ ഉണർത്തിയെടുക്കുമ്പോൾ, ആ ദിവ്യശക്തി ഉണർത്തിയെടുക്കുമ്പം ചുറ്റിനുമുള്ളതൊന്നും തന്നെ അകന്നു നിൽക്കില്ല. ഈ ലോകവും നിങ്ങളും അകലെയല്ല. എല്ലാം നിങ്ങളായിരിക്കുന്നു, സർവ്വതും ഞാനായിത്തീരുന്നു എന്നുള്ള ശക്തി ഉണർത്തിയെടുക്കാനാണ് ശ്രമം നടത്തേണ്ടത്.